എല്ലാവർക്കും ICFOSSന്റെ ലിനക്സ് സീരീസ് പാർട്ട് 7 വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഷെൽ സ്ക്രിപ്റ്റിംഗിന്റെ വേരിയബിൾസ് ആൻഡ് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പഠിച്ചു. ഇന്ന് നമ്മൾ ലിനക്സ് പ്രോസസ്സസിനെ കുറിച്ച് പഠിക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് പ്രോസസ്സിന്റെ ടൈപ്സ്, പ്രോസസ്സ് എങ്ങനെ മാനേജ് ചെയ്യാം, പ്രോസസ് സ്റ്റേറ്റ്സ് ആൻഡ് ഫൈനലി പ്രോസസ് പ്രയോറിറ്റീസ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വാട്ട് ഇസ് എ പ്രോസസ്? നിങ്ങൾക്കറിയാം, പ്രോസസ്സ് എന്നത് ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്തുള്ള ഇൻസ്റ്റൻസ് ആണ്. അതായത് ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ അതിനുവേണ്ടി സിസ്റ്റം റിസോഴ്സ് എല്ലാം അലോക്കേറ്റ് ചെയ്യുന്നു. അതിനെയാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ലിനക്സിൽ എല്ലാം ഒരു പ്രോസസ്സാണ്. നമ്മൾ സിസ്റ്റം ഓപ്പൺ ചെയ്യുമ്പോൾ, ടെർമിനലിൽ കമാൻഡ് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക് എൻഡിൽ നടക്കുന്നത് എല്ലാം പ്രോസസ്സായി തന്നെ ഹാൻഡിൽ ചെയ്യുന്നതാണ്. പ്രോസസ്സിന് ഒരു ID ഉണ്ട്. അതിനെ PID, പ്രോസസ് ID എന്നാണ് വിളിക്കുന്നത്. പ്രോസസ്സിന് ഐഡൻറ്റിറ്റി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു യുണീക്ക് ID ആണ് പ്രോസസ് ID. ലിനക്സിൽ പലതരം പ്രോസസ്സ് ഉണ്ട്. ആദ്യം നമുക്ക് രണ്ട് മെയിൻ ടൈപ്സ് നോക്കാം: ഫോർഗ്രൗണ്ട് പ്രോസസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്. ഫസ്റ്റ് വൺ, ഫോർഗ്രൗണ്ട് പ്രോസസ്. ഇത് യൂസറിന് ഡയറക്റ്റായി വിസിബിൾ ആണ്. അതായത് നിങ്ങളൊരു ടെർമിനലിൽ നിന്ന് ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നടക്കുന്ന പ്രോസസ്സ് കാണാൻ സാധിക്കും. ഇത് ഇൻ്ററാക്റ്റീവ് ആയിരിക്കും, അതുകൊണ്ട് യൂസറിൻ്റെ ഇൻട്രാക്ഷൻസ് വേണ്ടി വരും. ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് ഇത് യൂസറിന് വിസിബിൾ അല്ല, ബട്ട് ഇത് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് നോൺ ഇൻ്ററാക്റ്റീവ് ആണ്. നിങ്ങൾക്ക് അതിനെ ഡയറക്റ്റായി മാനേജ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ സിസ്റ്റത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്നറിയാതെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രോസസ്സ് നടക്കുന്ന പ്രോസസ്സാണ് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ്, ലൈക്ക് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്സ്, സിസ്റ്റം മെയിൻ്റനൻസ് ഒക്കെ. ഇപ്പോൾ പ്രോസസ്സസ് മാനേജ് ചെയ്യാൻ ലിനക്സിൽ പല കമാൻഡ്സും ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഏതൊക്കെ പ്രോസസ്സസ് റണ്ണിങ്ങിലുണ്ട് എന്ന് അറിയാനും അതിനെ സ്റ്റോപ്പ് ചെയ്യാനും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനും കമാൻഡ്സ് ഉണ്ട്. നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കമാൻഡ്സ് നോക്കാം. ഫസ്റ്റ് വൺ, PS കമാൻഡ്. ഒരു ടെർമിനലിൽ PS എന്ന് ടൈപ്പ് ചെയ്താൽ അത് കറണ്ട് സെഷനിൽ റണ്ണിംഗ് പ്രോസസ്സസ് ലിസ്റ്റ് ചെയ്യും. ഇറ്റ് വിൽ ഷോ യു ദ PID, പ്രോസസ് നെയിം ആൻഡ് യൂസർ ഡീറ്റെയിൽസ്. നെക്സ്റ്റ് കമാൻഡ്, ടോപ്പ് കമാൻഡ്. ടോപ്പ് എന്ന കമാൻഡ് സിസ്റ്റത്തിൽ കറൻ്റ്ലി റണ്ണിംഗ് റിയൽ ടൈം പ്രോസസ്സിനെ ഷോ ചെയ്യും. അതിൻ്റെ കൂടെ CPU യൂസേജ്, മെമ്മറി യൂസേജിൻ്റെ ഡീറ്റെയിൽസും കിട്ടും. ഈ കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ഏത് പ്രോസസ്സാണ് കൂടുതൽ റിസോഴ്സസ് യൂസ് ചെയ്യുന്നത് എന്ന് അറിയാൻ കഴിയുന്നതാണ്. htop കമാൻഡ്. htop സ്റ്റോപ്പിൻ്റെ യൂസർ ഫ്രണ്ട്ലി വേർഷനാണ്. അതിൽ വിഷ്വലായി പ്രോസസ് ഡീറ്റെയിൽസ് കിട്ടും ആൻഡ് ഈസിയായി പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യാനും ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ htop ഇൻസ്റ്റാൾ ചെയ്യുവാൻ വേണ്ടി ഈ കമാൻഡ് ഉപയോഗിക്കുക. kill കമാൻഡ്. ഒരു പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി kill കമാൻഡ് യൂസ് ചെയ്യുന്നു. നിങ്ങൾ kill കമാൻഡ് ടൈപ്പ് ചെയ്യുന്നതിന് ശേഷം പ്രോസസ് ID കൊടുക്കുക. പിന്നെ ആ പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യും. killall കമാൻഡ്. ഒരു പെർട്ടിക്കുലർ നെയിമിലുള്ള എല്ലാ പ്രോസസ്സും സ്റ്റോപ്പ് ചെയ്യാൻ killall കമാൻഡ് യൂസ് ചെയ്യാം. ഒരു സ്പെസിഫിക് നെയിമിലുള്ള എല്ലാ പ്രോസസ്സും ടെർമിനേറ്റ് ചെയ്യാനും ഈ കമാൻഡ് ഉപയോഗിക്കാം. എക്സാമ്പിൾ, killall Firefox. ഇത്രയാണ് നമ്മുടെ മെയിൻ കമാൻഡ്സ്. നെക്സ്റ്റ് വൺ ഇസ് പ്രോസസ് സ്റ്റേറ്റ്സ്. പ്രോസസ് സ്റ്റേജസ് പലതരമുണ്ട്. അതിനെ പ്രോസസ് സ്റ്റേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. മെയിൻ പ്രോസസ് സ്റ്റേറ്റ്സ് കൂടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, റണ്ണിംഗ്. റണ്ണിംഗ് സ്റ്റേറ്റ് കറൻ്റ്ലി CPUവിൽ റൺ ചെയ്യുന്ന പ്രോസസ്സുകളെ കാണിക്കുന്നു. സ്ലീപ്പിംഗ്. സ്ലീപ്പിംഗ് സ്റ്റേറ്റ് മീൻസ് ഒരു പ്രോസസ്സ് അതിൻ്റെ സിഗ്നലിന് വെയിറ്റ് ചെയ്യുന്നു എന്ന് കാണിക്കുന്നു, ലൈക്ക് യൂസർ ഇൻപുട്ട്, ഫയൽ ആക്സസ് എക്സെട്ര. സ്റ്റോപ്ഡ്. ഇത് പ്രോസസ്സ് ടെമ്പറലി സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് എന്ന് കാണിക്കുന്നു. സോംബി. സോംബി പ്രോസസ് മീൻസ് റിസോഴ്സസ് ഫ്രീ ചെയ്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രോസസ് പ്രയോറിറ്റീസ്. ലിനക്സിൽ പ്രോസസ്സസിന് പ്രയോറിറ്റി അസൈൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് സിസ്റ്റം CPU എവിടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം എന്നത് ഡിസൈഡ് ചെയ്യാനും പറ്റും. അതിനുവേണ്ടി നൈസ് വാല്യൂ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് പ്രോസസ്സിന് പ്രയോറിറ്റി കൊടുക്കുന്നു. ലോ നൈസ് വാല്യൂ കിട്ടിയാൽ ഹൈ പ്രയോറിറ്റി കിട്ടും. നൈസ് കമാൻഡ് യൂസ് ചെയ്ത് ഇതിനെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ലിനക്സ് പ്രോസസ്സസിൻ്റെ ബേസിക്സ് പഠിച്ചു. നിങ്ങൾക്കിത് സിമ്പിളായി മനസ്സിലായി എന്ന് കരുതുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ലിനക്സിൻ്റെ മറ്റൊരു കോൺസെപ്റ്റുമായി കാണാം.